അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഉമ്മയെ സ്നേഹിക്കാത്ത മക്കളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന 8 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ മാതാവ്. ഈ കാണുന്ന വർണ്ണപ്രപഞ്ചത്തിലേക്ക് ജന്മം നൽകി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി ഒരു മനുഷ്യായുസ് മുഴുവനും മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മയോട് നമുക്ക് ഒരുപാട് കടപ്പാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിൻ്റെ ദേഷ്യം മാതാപിതാക്കളുടെ ദേഷ്യത്തിലാണ്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസും ആഫിയത്തും നൽകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അള്ളാഹു സ്വർഗ്ഗപൂങ്കാവനമാക്കി കൊടുക്കട്ടെ. അവർക്കും നമുക്കും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് ഉമ്മയെ സ്നേഹിക്കാത്ത മക്കളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന 8 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമത്തത് ഫഖ്ദുൽ ബറക്കത്തി ഫിൽ ഹയാത്തി, ജീവിതത്തിലുള്ള ബറക്കത്ത് നഷ്ടപ്പെടുമെന്നതാണ്. അൽ ഉമ്മു ദുആഉഹാ മിൻ അഅലമി അസ്ബാബിൽ ബറക, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ ബറക്കത്ത് ലഭിക്കുന്ന ഒന്നാമത്തെ കാരണം അത് ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ഉമ്മയുടെ പ്രാർത്ഥന ഇല്ലാതായാൽ, ഉമ്മയോടുള്ള സ്നേഹം നമുക്കില്ലാതായാൽ ആ ബറക്കത്തിനെ അള്ളാഹു എടുത്തു മാറ്റുമെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അള്ളാഹുവേ എൻ്റെ മക്കളെ വിജയിപ്പിക്കണേ അല്ലാ, അവരെ പരാജയപ്പെടുത്തല്ല അല്ലാ എന്ന ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നല്ല വീടും കാറും മക്കളുമൊക്കെ ഉണ്ടായത്. എന്ന് മുതൽ നമ്മുടെ ഉമ്മയെ നാം സ്നേഹിക്കുന്നത് നിർത്തുന്നോ, അന്ന് മുതൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ ബറക്കത്ത് ഇല്ലാതാക്കുമെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. മയ്യുദി ഉമ്മഹു യഫ്ഖിദുൽ ഖൈറ വറാഹത ഫീ ഹയാതിഹി, ഒരു മനുഷ്യൻ അവൻ്റെ ഉമ്മയെ പ്രയാസപ്പെടുത്തിയാൽ, ഉമ്മയെ സങ്കടപ്പെടുത്തിയാൽ, യഫ്ഖിദുൽ ഖൈറ വറാഹത ഫീ ഹയാതിഹി, അവൻ്റെ ജീവിതത്തിലെ സമാധാനം അല്ലാഹു നശിപ്പിക്കുന്നതാണ്. അല്ലാഹു പറയുന്നുണ്ട്, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറാൻ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തത് ദഹാബു തുമഇനീനത്തുൽ ഖൽബ്, മനസമാധാനം നഷ്ടപ്പെടുമെന്നാണ്. ഉമ്മയുടെ സങ്കടത്തിന് നമ്മൾ കാരണക്കാരായാൽ, ഉമ്മയുടെ കണ്ണുനീരിന് നമ്മൾ കാരണക്കാരായാൽ നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടും. റിളൽ ഉമ്മി, ഉമ്മയുടെ തൃപ്തി, യുദ്ഖിലുസ് സകീനത ഫിൽ ഖൽബി, ഉമ്മ, എൻ്റെ മൂത്ത മകൻ എനിക്ക് നല്ല തൃപ്തിയാണ്, അവന് നല്ല സ്നേഹമാണ്, എൻ്റെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചറിയും, ആ ഒരു വാക്ക് മതി, ആ ഒരു തൃപ്തി മതി. എങ്ങനെയാണ് ഉമ്മയെ തൃപ്തിപ്പെടുത്താൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് നമ്മുടെ ഉമ്മാക്ക് നമ്മളോട് സ്നേഹമുണ്ടാവുക, തൃപ്തി ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി അതൊക്കെ ചെയ്തു കൊടുക്കുക. ഉണ്ടായിക്കഴിഞ്ഞാൽ മനസമാധാനം അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അല്ലേ, നല്ല കടത്തിലാണ്, ഒരുപാട് ദുആ ചെയ്തു, പക്ഷെ ഉമ്മാനോട് മിണ്ടാറില്ല. ആദ്യം ഉമ്മാനോട് പോയി മിണ്ടണം, ഉമ്മാന്റെ കാര്യങ്ങളൊക്കെ നോക്കണം, എന്നിട്ട് കടം വീട്ടാനുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. മക്കള് പറഞ്ഞതനുസരിക്കുന്നില്ല, ആദ്യം ഉമ്മയോട് പോയി മിണ്ടുക. ഉമ്മയെയാണ് ആദ്യം നാം പരിഗണിക്കേണ്ടത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങൾക്കും കാരണം ഉമ്മയോടുള്ള ബന്ധം നാം മുറിക്കുന്നതാണ്. ഇനി മൂന്നാമത്തത് ഹിർമാനു ഖുവ്വത്തി ദുആ, നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി നഷ്ടപ്പെടും എന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുറേ ദുആ ചെയ്തു, കടങ്ങൾ വീടുന്നില്ല, വീട് പണി നടക്കുന്നില്ല, മക്കളുടെ കല്യാണം ശരിയാകുന്നില്ല, മക്കള് പറഞ്ഞതനുസരിക്കുന്നില്ല. എന്നാൽ എത്ര പ്രാർത്ഥിച്ചിട്ടും ഫലം കിട്ടുന്നില്ല എങ്കിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ മുമ്പ് ഉമ്മയോടാണ് നമ്മൾ പ്രാർത്ഥിപ്പിക്കേണ്ടത്. ഉമ്മ, എനിക്ക് വേണ്ടി ദുആ ഇരക്കണേ ഉമ്മ.
അല്ലെ? ഉമ്മാന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ദുആഉൽ ഉമ്മി മിഫ്താഹുൽ ലിൽ ഖൈരി വത്തൗഫീഖ്. നമ്മുടെ ജീവിതത്തിലേക്ക് തൃപ്തിയും സമാധാനവും തൗഫീഖും ഖൈറും ഒക്കെ കൊണ്ടുവരുന്നത് ഉമ്മയുടെ പ്രാർത്ഥനയാണ്. വദുആഉഹാ ഖദ് യഫ്തഹു അബ്വാബസ് സമാ. നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ കവാടം തുറന്നു തരണമെങ്കിൽ അതിന് പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലത് ഉസ്താദല്ല, വലിയല്ല, ഷെയ്ഖല്ല, അത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഇനി അടുത്തത് ഏതാണ്? നാലാമത്തത് തഅസ്സുറുൻ നജാഹി ഫിൽ ഹയാത്ത്. ജീവിതത്തിലെ വിജയങ്ങൾക്കൊക്കെ തടസ്സമുണ്ടാകും. കച്ചവടം നിർത്തേണ്ടി വന്നു, വീട് പണി പകുതി വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു, പുതിയ ബിസിനസ് മുന്നോട്ട് പോകുന്നില്ല, മക്കളൊന്നും പറഞ്ഞതനുസരിക്കുന്നില്ല, ജീവിതത്തിൽ ഒരു വിജയവും കാണുന്നില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഉമ്മയുടെ തൃപ്തിയില്ലായ്മയാണ്. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും തൗഫീഖും വിജയവും വരണമെങ്കിൽ ഉമ്മയുടെ തൃപ്തി നിർബന്ധമാണ്. വഹുസ്നുഹാ, ഒരു മകൻ കാരണം, ഒരു മകൾ കാരണം ഉമ്മ സങ്കടപ്പെടുന്നുണ്ട് എങ്കിൽ ഖദ് യകൂനു സബബൻ ഫീ തഅസ്സുരിൽ ഉമൂർ, കാര്യങ്ങളൊക്കെ പ്രയാസപ്പെടാൻ അത് കാരണമാകുമെന്നാണ് മഹാന്മാര് പറയുന്നത്. ഇനി അഞ്ചാമത്തത് ലഅഫുൽ മഹബ്ബത്തി ഫിൽ ഉസ്റാ, കുടുംബ ബന്ധം തകരാനും ഉമ്മയുടെ അതൃപ്തി കാരണമാകും. ഉമ്മയോട് മിണ്ടാതെ ഭാര്യയോട് സ്നേഹത്തിൽ പെരുമാറാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഉമ്മയോട് മിണ്ടാതെ നല്ല മക്കളെ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ആദ്യം ഉമ്മയുടെ തൃപ്തിയാണ് വേണ്ടത്. അൽ ഉമ്മു ഹിയ ഖൽബുൽ ബൈത്ത്, വീടിന്റെ ഹൃദയമാണ് ഉമ്മ. ആ ഉമ്മയോടാണ് ആദ്യം നാം തൃപ്തി ഉണ്ടാക്കേണ്ടത്. അതിനുശേഷമാണ് മക്കള്, അതിനുശേഷമാണ് ഭാര്യ, അതിനുശേഷമാണ് സഹോദരങ്ങൾ. ഫഇദാ ഹസിനൽ ഖൽബു, ഉമ്മയുടെ ഹൃദയം വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ലഅഫത്തുൽ മഹബ്ബത്തു ബൈനൽ ഇഖ്വാ, പിന്നെ സാഹോദര്യം നിലനിർത്താൻ നമുക്ക് വല്ലാണ്ട് പ്രയാസപ്പെടേണ്ടി വരും. ഇനി ആറാമത്തത് ഫഖ്ദു റിളല്ലാഹി തആല, അല്ലാഹുവിൻ്റെ തൃപ്തിയും ഇല്ലാതാകും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അള്ളാഹിൻ്റെ തൃപ്തിയും ഇല്ലാണ്ടാവും. അള്ളാഹു തൃപ്തിപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ നിസ്കരിക്കുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്, സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, വീഡിയോകൾ കാണുന്നുണ്ട്, മജ്ലിസുകളിൽ പങ്കെടുക്കുന്നുണ്ട്, ഒരു കാര്യമല്ല. ആദ്യം വേണ്ടത് ഉമ്മയുടെ അടുത്തുള്ള ബന്ധം നന്നാക്കുക എന്നതാണ്. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അല്ലാഹുവിൻ്റെ തൃപ്തി, അല്ലേ? അപ്പോൾ ഉമ്മാന്റെ തൃപ്തി ഉണ്ടെങ്കിലേ അള്ളാഹിൻ്റെ തൃപ്തി ഉണ്ടാവുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി ഏഴാമത്തത് അന്നദമു ഫീ ആഖിരിൽ ഹയാത്ത്, ജീവിതാവസാനം വല്ലാണ്ട് ഖേദിക്കേണ്ടി വരും. നമ്മുടെ ഉമ്മയോട് മിണ്ടിയിട്ട് കുറേ കാലമായി, ഉമ്മയെ കണ്ടിട്ട് കുറേ കാലമായി, വിവരങ്ങൾ അന്വേഷിച്ചിട്ട് കുറേ കാലമായി. അങ്ങനെ ഉമ്മ മരിച്ചുപോയപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ മാറുന്നില്ല, പ്രതിസന്ധികൾ മാറുന്നില്ല. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ഉമ്മയോടൊന്ന് സലാം പറഞ്ഞിരുന്നുവെങ്കിൽ, ഉമ്മാക്കൊരു സമ്മാനം കൊടുത്തിരുന്നുവെങ്കിൽ, ഉമ്മയോട് വിശേഷങ്ങൾ അന്വേഷിച്ചിരുന്നുവെങ്കിൽ എന്ന് ഉമ്മയുടെ മരണശേഷം നാം ഖേദിക്കേണ്ടി വരും. ആ ഖേദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഇനി അടുത്തതാണ് ദിയാഉ ത്വരീഖിൽ ജന്നാ. മോനെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വർഗത്തിലേക്കുള്ള വഴി വല്ലാണ്ട് പ്രയാസപ്പെടും കേട്ടോ. ഉമ്മയുടെ തൃപ്തിയില്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക എന്ന പാതയുണ്ടല്ലോ. ഖബറിലും പാരത്രീക ലോകത്തും ഹിസാബിന്റെ സമയത്തും മീസാനിലും എല്ലായിടത്തും നാം പരാജയപ്പെടും. യാത്ര വലിയ ദുർഘടമായിരിക്കും. ഖിദ്മത്തുൽ ഉമ്മി മിൻ അഅലമി അബ്വാബിൽ ജന്നാ, സ്വർഗീയ കവാടങ്ങൾ തുറക്കാൻ ഏറ്റവും മഹത്വമുള്ള ഒരു കാര്യം ഉമ്മാക്ക് സേവനം ചെയ്യുക എന്നതാണ്. ഉമ്മാക്കൊരു സമ്മാനം കൊടുക്കുക, ഉമ്മയെ പോയി സന്ദർശിക്കുക, ഉമ്മയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, ഉമ്മാക്ക് ചികിത്സ നൽകുക.
ഇതൊക്കെയാണ് കേട്ടോ. വമൻ അസ്അദ ഉമ്മഹു ഫഖദ് ഫാസ ബിഖൈരിൻ അദീം. ഒരു മനുഷ്യൻ അവന്റെ ഉമ്മയെ സന്തോഷിപ്പിച്ചാൽ അവൻ നന്മ കൊണ്ട് വിജയിച്ചിരിക്കുന്നു. നമുക്കറിയാലോ, അപ്പൊ സ്വർഗം കിട്ടണമെങ്കിൽ ഉമ്മാന്റെ തൃപ്തി വേണം. ഉമ്മാന്റെ തൃപ്തി ഇല്ലെങ്കിൽ സ്വർഗത്തിന്റെ കവാടം നമ്മുടെ മുമ്പിൽ അടക്കപ്പെടുന്നതാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ, സ്നേഹം ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ മുമ്പിൽ വിനയത്തോടെ, ബഹുമാനത്തോടെ, സ്നേഹത്തോടെ എങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത്, അപ്പോഴാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി എളുപ്പമാക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഒന്നിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.